ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നലത്തെ PSC പരീക്ഷയെ ആസ്പദമാക്കി ഇനി എക്സാംസിന് എങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം, ഇന്നലത്തെ പരീക്ഷയിൽ ഏതൊക്കെ സോഴ്സസ് ആണ്, ഏതൊക്കെ മോഡൽസ് ആണ് PSC ഫോളോ ചെയ്തത് എന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഇവിടെ നമ്മൾക്ക് കൃത്യമായിട്ട് 65+ മാർക്ക് വാങ്ങിച്ചിട്ടുള്ള സ്റ്റുഡൻറ്റ് ആണ് എങ്കിൽ അവർ കൃത്യമായിട്ടും ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളും ഈ പറയുന്ന സോഴ്സസും അവർ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇത് ഓൾറെഡി നമ്മുടെ പെയ്ഡ് ക്ലാസ്സുകളിൽ ഞാൻ 1 മന്ത് മുമ്പ് തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. ഈ ഒരു പാറ്റേൺ തന്നെയാണ് ആക്ച്വലി LP-UPക്കും വന്നിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയുള്ള പരീക്ഷകൾക്കാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇനി മുതൽ കൃത്യമായിട്ട് ഇത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു 75+ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിക്കണം. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് വന്നത് എന്നിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാവുന്നതാണ്. ഇത് 2023 വന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിനകത്ത് 7/12/2022 പണനയ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഇതുപോലെ തന്നെ നമുക്ക് ഈ പ്രാവശ്യം ഒരു ചോദ്യം ഇന്നലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വന്നിട്ടുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രധാന പണനയ ഉപാധിയാണ് റിപ്പോ റേറ്റ്. അതുമായി ബന്ധപ്പെട്ട് 6.50 നിലനിർത്താൻ തീരുമാനിച്ചു. അതൊക്കെ ശരിയായിട്ടുള്ള പ്രസ്താവന ഏത്? അപ്പം വ്യക്തമായിട്ടും ആ ഒരു പോയിന്റ് പഠിക്കണം എന്നുള്ളത് ഈ ഒരു ചോദ്യത്തിൽ തന്നെ നമുക്കൊരു ഹിന്റ് തരുന്നതാണ്. ഇനി അടുത്തായിട്ട് വേറൊരു ചോദ്യം കാണിക്കാം. അടുത്തതായിട്ട് ഈ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. 91 സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏത്? അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഇന്നലെ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് 91 ഇന്ത്യ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏത്? അപ്പം അടുത്ത ചോദ്യം നോക്കുക. 2021-22 സാമ്പത്തിക സർവേ റിപ്പോർട്ട് അനുസരിച്ച് GDP എന്നിട്ടാണ്. അതുപോലെ തന്നെ ഡിഗ്രി പ്രിലിംസ് ഓറിയൻറ്റ് ചെയ്ത് നമുക്ക് ഈ ഒരു രീതിയിൽ, അതായത് ഗോതമ്പ്, നെല്ല്, ചോളം, പയറുവർഗ്ഗങ്ങൾ അതൊക്കെ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളും ഓൾറെഡി ചോദിച്ചു വരുന്നതാണ്. ആ ഒരു പാറ്റേണിലാണ് ശരിക്കും പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഇനി മുതൽ ഏതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറാണ് മസ്റ്റായിട്ടും ഫോളോ ചെയ്യേണ്ടത് എന്നിട്ടുള്ള കാര്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അത് നിങ്ങൾ കൃത്യമായിട്ടും അതുമായി ബന്ധപ്പെട്ട ഏരിയാസ് എല്ലാം കൃത്യമായിട്ട് പഠിക്കുക. ഈ ഒറ്റ ചോദ്യപേപ്പർ മാത്രം നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കരുത്. അതായത് ഇന്നലെ നടന്ന എക്സാമിൻ്റെ ചോദ്യപേപ്പർ മാത്രം നിങ്ങൾ നോക്കി അതിൻ്റെ കണക്റ്റഡ് പോയിന്റ്സ് മാത്രം പഠിക്കരുത്. പകരം ഈ ഒരു 4-5 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ കണക്റ്റഡ് പോയിന്റ്സ് പഠിക്കാമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിൻ്റെ സിലബസ് അങ്ങ് തീരുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനും പറ്റും. അതാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കണക്റ്റഡ് പോയിന്റ്സ് പഠിക്കുന്നത് കൊണ്ടുള്ള ഉദ്ദേശം. എന്ന് പറഞ്ഞിട്ട് ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്രം നിങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്ത് നിൽക്കരുത്. അപ്പോൾ അത് നിങ്ങളുടെ വിജയ സാധ്യത മങ്ങുകയും ചെയ്യും. പക്ഷേ ഒരു 5-6 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യണം. അത് ഏതൊക്കെയാണെന്നിട്ടുള്ളതാണ് ഞാൻ ഇനിയും പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇതാണ്: 30-23, 39-23, 36/23, 34/23, 32/23, 28/23. ഇത്രയും മെയിൻ പരീക്ഷയുടെ എക്സാമാണ് 2023 നടന്നിരിക്കുന്ന SLC ലെവലിലുള്ള മെയിൻ പരീക്ഷയുടേതാണ്. ഇത് കൂടാതെ നിങ്ങൾ 2021 2 LDC ഓറിയൻറ്റ് ചെയ്തിട്ടുള്ള ഒരു NCCയുടേതും ഒരു ക്വസ്റ്റ്യൻ പേപ്പറുണ്ട്. മെയിനായിട്ടുള്ള അല്ലാത്ത ഒരു 2021 LDC എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നു. ആ 2 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു 75+ മാർക്ക് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി സ്കോർ ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.